ഞാൻ എന്റെ ലൈഫിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. അതായത് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്നല്ല കേട്ടോ, ഏപ്രിൽ 3 അന്നുള്ള വീഡിയോ ആണ്. അപ്പൊ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇപ്പൊ ചെല്ലുന്നത്. ഇന്നാണെങ്കിൽ എനിക്കൊരു എറണാകുളത്തുള്ള ദിവസമാണ്. ഇന്നത്തെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ടൗൺ ഏരിയയിലാണ്. ഇതിൽ നല്ല കോമഡി എന്താന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ടൗണിലേക്ക് തനിച്ച് പോകുന്നത്. ഇതിലിപ്പോ എന്താ അത്ര കോമഡി എന്ന് ചോദിച്ചാൽ എന്നെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാത്തതുകൊണ്ടാണ്. ചില കാര്യങ്ങളിലൊക്കെ ഞാനൊരു പ്രസ്ഥാനം അവരെ മാറ്റി വെക്കാൻ പോലും ഒരാളെ കിട്ടൂല. സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാൻ. റൈഡ് വേണം ഓട്ടോ ഡ്രൈവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. എനിക്ക് അസാധ്യമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഒന്നല്ല രണ്ട് കാര്യങ്ങൾ. ഒന്ന് വഴി പറഞ്ഞു കൊടുക്കുന്നതും മറ്റൊന്ന് വഴി ഓർത്ത് വെക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് വഴിയൊന്നും തെറ്റാറില്ല കേട്ടോ. ഓട്ടോയിൽ കയറിയതേ ഓർമ്മയുള്ളൂ, അപ്പോഴത്തേക്ക് വീട് എത്തിയിട്ടുണ്ട്. ബ്രൈഡിന്റെ വീട്ടിലേക്ക് അല്ലായിരുന്നു മെഹന്തിടാൻ വേണ്ടിയിട്ട് ചെന്നത്. ആളുടെ റിലേറ്റീവിന്റെ വീട്ടിലാണ്. ഞാൻ എത്തിയ സമയത്ത് ബ്രൈഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആള് വരുന്ന വഴിയാണ്. ആളുടെ 2 റിലേറ്റീവിന്റെ വീടും അടുത്തടുത്താണ്. ഞാൻ എത്തിയപ്പോൾ അവർ എന്നോട് ചോദിച്ചു എന്താ കുടിക്കാൻ വേണ്ടതെന്ന്. ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളം മതിയെന്ന്. അപ്പൊ അതേ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേച്ചി എനിക്കിതാ ചായയും കൊണ്ടുവരുന്നു. അങ്ങനെ ഞാൻ വെള്ളത്തിന്റെ സൈഡാക്കി ചായ കുടിച്ചു. സത്യം പറയാലോ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കെയറിംഗ് ആയിരുന്നു. ഒരു ചായ എന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളുടെ വീട്ടിൽ പോയാണ് ഞാൻ എന്നെ ഇടുന്ന ഒരു ഫീലേ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ ഒരുപാട് വർഷങ്ങളായിട്ട് അവരെ നല്ലപോലെ അറിയാന്നുള്ള രീതിയിലായിരുന്നു എന്റെ സംസാരമൊക്കെ. എന്റെ ഇന്നത്തെ ബ്രൈഡിനെ കുറിച്ച് 2 വാക്കെങ്കിലും പറഞ്ഞില്ല, അത് ഭയങ്കര മോശമായി പോകും. സത്യത്തിൽ ആള് ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ആള് വന്നത് മുതൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇൻട്രോവേർട്ടിന്റെ ഐ പോലും എനിക്ക് ആളിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അത്രയും സംസാരിച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് ചെയ്തത്. സംസാരിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റർ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല. ആൾ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കുറെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ പേര് ആര്യ എന്നാണ് കേട്ടോ. ആളെന്റെ പണ്ട് തൊട്ടേയുള്ള സബ്സ്ക്രൈബർ ആണ്. എന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല കോൾഡ് ആയിരുന്നു, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയി പോയത്. അങ്ങനെ 3:30 ആയ സമയത്താണ് വർക്ക് കംപ്ലീറ്റ് ആയത്. ഇതിന്റെ ഇടയിൽ എനിക്ക് വേണ്ടി മാത്രം ആൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സമയം പോയതേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയ ശേഷം അവർ തന്നെ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു. അങ്ങനെ രാത്രിക്ക് മുന്നേ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു.